പഴയ സാധനം ഇട്ട് വെച്ചിരുന്ന പെട്ടിയിൽ ഒരു സാധനം നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ മറ്റൊരുത്തിനെ കണ്ടത്. ദേ ഒളിച്ചിരിക്കുന്നു. വെൽക്കം ബാക്ക്. ഈ സാധനം കണ്ടോ നിങ്ങൾ? അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 4-5 കൊല്ലം ആവുമെന്ന് തോന്നുന്നു ഈ ഒരു സാധനം എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്തൊരു സാധനമാണ്. പക്ഷേ ഞാനിത് അൺബോക്സ് ചെയ്തപ്പോൾ വേണ്ടത്ര വ്യൂ ഒന്നും വിചാരിച്ചില്ല. കാരണം ആദ്യം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പോയത് സുമതി വളവിലോട്ടാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റീച്ചൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോ ഇട്ടതാണ്. ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇതിൻ്റെ എനിക്കൊന്നും ബ്രദറാണോ വാങ്ങിച്ചതെന്ന് അറിയത്തില്ല, ഞാനാണോ അവനാണോ അറിയത്തില്ല, ആരോടോ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കൊല്ലം ആവും, നമുക്ക് ചെക്ക് ചെയ്യാം എത്ര കൊല്ലം ആയെന്നുള്ളത്. അപ്പോൾ അന്ന് ഈ സാധനം അൺബോക്സ് ചെയ്തിട്ടപ്പോൾ എനിക്കൊന്ന് 10-35,000 പേരോളം വ്യൂ ചെയ്ത ഒരു വീഡിയോ ആണ് ഈ ഒരു സാധനം. ഇതന്ന് എനിക്ക് തോന്നുന്നു ഇതൊന്ന് ചെറിയ ബഡ്ജറ്റിൽ എന്തോ വാങ്ങിച്ചൊരു ഗോപ്രോ ഒന്നും അല്ല ഇത് സത്യത്തിൽ. ഇതൊരു ഒരു ആക്ഷൻ ക്യാമറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാങ്ങിച്ചതായിരിക്കും. ഇന്ന് ഇതിൻ്റെ ഉപയോഗം ഒട്ടും നമുക്കില്ല. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു ചെറിയ ക്യാമറ ഉള്ള നോക്കിയയുടെ പഴയ ഫോണുണ്ടല്ലോ, അതിലെടുക്കുന്ന ക്വാളിറ്റി പോലും ചിലപ്പോൾ ഇതിലുണ്ടായെന്ന് വരത്തില്ല. അന്നത്തെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം വർക്കാവുമെന്ന് നോക്കാം. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് വർഷമായി. ഇപ്പം ഞാൻ എൻ്റെ പെട്ടിയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചപ്പോൾ അതിനകത്ത് ഇത് ഇങ്ങനെ ഇതേ കണക്ക് പാക്ക് ചെയ്ത് നടക്കുക, ഫുൾ അഴുക്കായി ഇരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാലും തുറന്നിട്ട് ചാർജ് ഒന്ന് ഇട്ട് നോക്കാം, വർക്കാവുമെന്ന് നോക്കാം. ഗൈസ്, ഇതാണ് ആ വീഡിയോ. ഇത് കണ്ടോ? അതായത് 5 കൊല്ലമായി ഈ ഒരു വീഡിയോ ഇട്ടിട്ട്. 38,000 പേര് ഇതുവരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. ഇത് ഇങ്ങനെ അൺബോക്സിങ് ആണ് ഞാൻ ആദ്യം ഇട്ടത്. നമ്മുടെ കട്ടിലൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വണ്ടിലിട്ടായിരുന്നു ഈ പരിപാടിയൊക്കെ കേട്ടോ. ഇതായിരുന്നു അൺബോക്സിങ് വീഡിയോ. എനിക്കൊന്ന് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ക്വാളിറ്റി ഇത് കുറഞ്ഞ് കിടക്കണം കേട്ടോ. 720 ക്വാളിറ്റി കേട്ടോ. കണ്ടോ? ഇതായിരുന്നു അന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അൺബോക്സിംഗ് ഒക്കെ അവിടെ പോയി കണ്ടോ. അപ്പം നമുക്ക് തൽക്കാലം സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. ഇവിടെ എവിടെയും കണ്ട പ്രസ് ചെയ്താണിത് അഴിക്കേണ്ടത്. ഇത് ഇങ്ങോട്ടാക്കണം. ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പൊന്തിക്കണം. യെസ്, നമ്മളിതിൻ്റെ വാട്ടർ ടെസ്റ്റൊക്കെ അന്ന് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇതിൻ്റെ ക്വാളിറ്റി, കേസിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ മുക്കി നോക്കിയായിരുന്നു വാങ്ങിച്ച സമയത്ത് തന്നെ. എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഇത് ലോക്കൽ ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇവിടെ പക്ക സീലിങ്ങാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇവിടെ നല്ല റബ്ബർ സീലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്യാമറ ഇനി പുറത്തെടുക്കുക. ക്യാമറ ഒരു പരുവായി കേട്ടോ. ഓക്കെ, ക്യാമറ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? അയ്യോ, ഈ കേസ് അങ്ങോട്ട് ആദ്യം മാറ്റി വയ്ക്കാം കേട്ടോ. കേസ് ഇവിടെ ഇരിക്കട്ടെ. ഈ ക്യാമറ നോക്കി, ഇതാണ് നമ്മുടെ ക്യാമറ. ഇവിടെ ഒരു ബട്ടണുണ്ട്. എനിക്ക് തോന്നുന്നു ഇതായിരുന്നു റെക്കോർഡെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഓൺ ചെയ്യുന്ന ബട്ടണോ അങ്ങനെ എന്തോ ആണ്. എല്ലാം മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഒന്നും ഇതിൽ കൊടുത്തിട്ട് പോലുമില്ല. പടങ്ങളൊക്കെ എല്ലാം മാഞ്ഞു ഇതിലെടുത്ത്. ഇത് മാത്രം ഓക്കെ എന്നൊരു ബട്ടൺ മാത്രം ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ? ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, LED. ജസ്റ്റ് ബാറ്ററി ഇത് വോളിയം കൂട്ടുന്നതാണോ എന്താണിതെന്ന് അറിയില്ല. നോക്കാം, എന്തൊക്കെയാലും നോക്കാം. ഓൺ ചെയ്ത് നോക്കാം. ബാറ്ററി ഇതിനകത്ത് ഉണ്ട്, ഊരി നോക്കാം. ബാറ്ററി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോക്കിയേ, പെരുവിയിട്ടൊന്നുമില്ല. ബാറ്ററി അതേ കണ്ടീഷനിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് തിരിച്ച് ഇത് തന്നെ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയാലോ. എനിക്ക് തോന്നുന്നു ഇതാണ് ബട്ടൺ എന്ന് തോന്നുന്നു. ഓണാക്കി നോക്കാം. നോ റെസ്പോണ്ട് കേട്ടോ. ഒരു റെസ്പോണ്ടും ഇല്ല. ഇനി മുകളിലത്തെ ആണോ ഇതൊന്ന് ഓണാക്കി നോക്കാം. ഒരനക്കവും ഇല്ല. അതെ, ഇതിനകത്തൊരു ഇതിരിക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് നമ്മുടെ മെമ്മറി കാർഡ് ഇരിക്കുന്നുണ്ടോ?
സ്മോൾ SD കാർഡ് പണ്ടത്തെ എത്ര GB എന്നറിയില്ല. ഇതൊക്കെ മാഞ്ഞു പോയി കേട്ടോ. ഇത് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ഇത് പിന്നെ ഉപയോഗിച്ചില്ലേ. കാരണം ഭയങ്കര യൂസ് അല്ല ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് ഉപയോഗശൂന്യമായി എന്നാണ് പറയുന്നത്. തിരിച്ചിട്ടേക്കാം. എത്ര GB എന്നൊന്നും അറിയില്ല കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പുള്ള മെമ്മറി കാർഡാണ്. ഇപ്പോഴും അതിലിട്ടുന്നതുകൊണ്ട് അത് അവിടെ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴും അവിടെ ഇട്ടുന്നതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ചാർജിങ് ഒന്ന് ചെയ്തു നോക്കാം. അറിയില്ല, ഇത് പൊട്ടിത്തെറിക്കുമെന്ന് ഈ സാധനം ഉപയോഗിക്കാതെ ഇരുന്നോണ്ടേ. നമുക്കിതൊന്ന് കൊടുത്തു നോക്കാം. ഇത് ഒന്ന് ആവുമോ നോക്കട്ടെ. ഓക്കെ, ഇത് കുത്തി ഒന്ന് ഇട്ട് നോക്കാം. അതിൻ്റെ ഇൻഡിക്കേഷൻ ഇതേ ലൈറ്റൊക്കെ കത്തുന്നു. ഓണായി. ശരിടാ, ഡിസ്പ്ലേ പോയി കേട്ടോ. ഞാനിതിൻ്റെ ലെൻസ് ഒന്നതേ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒന്നുകൂടി നമുക്ക് കുത്തി നോക്കാം. ബാറ്ററി എനിക്കൊന്നും വർക്ക് ആവുന്നില്ല. ചാർജ് കുത്തുമ്പോഴേ ഓൺ ആവുന്നുള്ളൂ ഈ സാധനം. കണ്ടോ, നമുക്ക് നോക്കാം ക്യാമറ വർക്കിംഗ് ആണോന്ന്. ഇതേ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെട്ടം കാരണം നമുക്ക് അറിയാൻ പറ്റാത്തതാണ്. കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ. ഭയങ്കര വെട്ടമാണല്ലോ. ഇതിൽ എനിക്ക് കാണാൻ പറ്റുന്നു, പക്ഷേ ക്യാമറ ക്ലിയർ അല്ല കേട്ടോ. റെക്കോർഡിങ് കേട്ടോ. വീഡിയോ റെക്കോർഡിങ് ആവുന്നുണ്ട്, പക്ഷേ അത് ക്വാളിറ്റി ഭയങ്കര കുറവാണ്. അയ്യോ, ഓഫായി കേട്ടോ. പിന്നെ ഓണായി. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ബാറ്ററി പോയി സത്യം പറഞ്ഞാൽ. ബട്ട് സ്റ്റിൽ ഈ സാധനം വർക്കിംഗ് ആണ് കേട്ടോ. അതെനിക്കൊന്ന് ചാത്തൻ വിലക്കാണ്ട് എടുത്തൊരു സാധനമാണിത്. എനിക്കറിയില്ല. ഓക്കെ, ഇതിൻ്റെ ഇരുന്ന് പോയതാണ് കേട്ടോ. ഇത് ഓണായിട്ടുണ്ട്, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ഇത് കാണാൻ വരുന്നുണ്ട്. എനിക്ക് ഇത് കാണാൻ വരുന്നുണ്ട്, പക്ഷെ ഭയങ്കര വ്യക്തമല്ല എനിക്ക്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഓക്കെ, മൊബൈലിൽ കൂടി നോക്കുമ്പോൾ ഭയങ്കര ഒരു ഇത് കാണാൻ വയ്യ. ഓക്കെ, കണ്ടോ, കാണാൻ വരുന്നുണ്ടോ? റെക്കോർഡിംഗ് ആണ്, സ്റ്റിൽ റെക്കോർഡിംഗ് ആണ്. ഓഫായിട്ടുണ്ട്. ഒരു സൂമിങ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഈ സൈഡിൽ ഞാൻ പറഞ്ഞ 2 ബട്ടൺ കിടന്നത് സൂം ചെയ്യാനുള്ളതാണ് സംഭവം. ഇത് കൊള്ളാം. ഇനി ഫ്രണ്ടിൽ എന്താണെന്ന് നോക്കട്ടെ. ഇത് ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ സെറ്റിങ്സ് പയ്യെ മാറുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ ഫ്രണ്ടിലത്തെ സ്വിച്ചില്ലേ, ഇതിൻ്റെ മോഡുകൾ മാറ്റാനുള്ളതാണ്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയോ. ഇപ്പം മൈക്കായി, ഇപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും എന്തായി, റെക്കോർഡിങ്ങിലായി. ഫോക്കസ് ആവുന്നില്ല കേട്ടോ. ഓക്കെ, കണ്ടോ, അങ്ങ് കാണുമ്പോൾ അറിയാം. ഇനി റെക്കോർഡെന്ന് മുകളിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ കണ്ടോ, മുകളിൽ റെക്കോർഡെന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ വെക്കുമ്പോൾ ഇത് ഫോട്ടോയാണ് കേട്ടോ. അല്ല, ഇത് റെക്കോർഡിങ് തന്നെ. ബട്ട് ഇപ്പം ഇതെന്താ നോക്കട്ടെ. ഇതാണ് ഫോട്ടോ. കുറേ മോഡുണ്ട് കേട്ടോ ഇതിനകത്ത്. റെക്കോർഡിംഗ് മോഡ്, മൈക്കിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ഞാൻ ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് കാണാം എന്നുള്ളതേ ഉള്ളൂ. വലിയ സെറ്റപ്പൊന്നുമല്ല. ഓഡിയോ റെക്കോർഡിംഗ് ആണ്. ഹലോ റെക്കോർഡിംഗ് ആണ് കേട്ടോ. ഹലോ ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മെമ്മറി കാർഡ് നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്, എങ്ങനെയുണ്ട്, ഇതിൽ പഴയ ഫോട്ടോസ് വല്ലതും കിടപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മെമ്മറി കാർഡ് വർക്കിംഗ് ആണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഫോട്ടോയിൽ സ്റ്റോർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ചാർജർ ഊരുമ്പോൾ സാധനം ഓഫായി പോവാണ്, പിന്നെ ഓണായി വരുന്നില്ല. അപ്പോൾ ബാറ്ററി പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാറ്ററി പോയി. അപ്പോൾ ത്രൂ ഔട്ട് പവറിലാണെങ്കിൽ ഈ സാധനം ഓണാവും. എനിക്ക് തോന്നുന്നു അന്നത്തെ വീഡിയോയിൽ ഞാനിത് ഓണായി വരുന്നുണ്ട്. അന്നത്തെ വീഡിയോയിൽ ഈ ഒരു സാധനം നമുക്ക് ഡാഷ് ക്യാമായിട്ടൊക്കെ വയ്ക്കാമെന്നോ സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നൊക്കെ തള്ളി മറിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയാലും നിങ്ങൾ ആ വീഡിയോയിൽ കാണണം. നമുക്ക് എന്തെങ്കിലും ഇതിനകത്തുള്ള ഫോട്ടോസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് 2-3 ഫോട്ടോ എടുക്കാം, വീഡിയോയും ഫോട്ടോയൊക്കെ. കണ്ടോ, ഡിസ്പ്ലേയുടെ പ്രശ്നം മാത്രമാണോ എന്ന് അറിയണമല്ലോ. കണ്ടോ, ഈ വീഡിയോ
ഇനി നമുക്ക് മോഡ് മാറ്റിയിട്ട് ഓക്കെ ഒരു മോഡിന് വേണം. യെസ്, ഞാൻ 2-3 ഫോട്ടോ എടുത്തോട്ടെ. ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ ഇത് ഓപ്പൺ ആയി കേട്ടോ. അത് കുറേയായിട്ട് ഞാൻ നോക്കി, കുറേയായിട്ട് കുത്തിയിട്ടാണ് ഇത് അവസാനം ഇത് കണക്റ്റ് ആയത്. ഇതാണ് സാധനം. ഇത് 2 GB ഒരു മെമ്മറി കാർഡാണ് കേട്ടോ. അതിൽ ഇനിയും കുറേ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ്. ഇത് എനിക്കത് മൊബൈലിൽ ഇട്ടപ്പോൾ കയറിയ ഫോൾഡേഴ്സാണ്, ഇത് ക്രിയേറ്റ് ആയ ഫോൾഡേഴ്സാണ്. നമ്മളെ റെക്കോർഡ്സ് ഇനി എവിടെയാണ് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നു, അതിലാവാനാണ് സാധ്യത. അതെടുത്ത് നോക്കാം. യേസ്, ഇത് തന്നെയാണ് നമ്മുടെ സാധനം. ദേ കിടക്കുന്നു, നോക്കൂ കുട്ടികളെ. യേസ്, അയ്യോ സെറ്റ് സാധനം. ഓക്കെ, ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ. ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കട്ടെ. ഫോക്കസ് ഔട്ടാണ്, കാരണം ഞാൻ ഫോക്കസ് അതിനകത്ത് എനിക്ക് കാണാൻ വയ്യ, ഫോക്കസ് ആവുന്നുണ്ടോ ഇല്ലെന്നൊന്നും കാണാൻ വയ്യ. പക്ഷെ അപ്പോൾ ഡിസ്പ്ലേ ആണ് പോയത്. ക്യാമറയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ക്യാമറ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ഡിസ്റ്റൻസിന് അപ്പുറം ഇത് കുറച്ച് ഫോക്കസാണ്, കുറച്ച് ദൂരം വെച്ചെടുത്തതുകൊണ്ട് കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനെടുത്ത എൻ്റെ വീഡിയോ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് കുറച്ച് പ്രശ്നമാണ് കേട്ടോ. അതേ വന്നു. വീഡിയോ ഒക്കെ ക്വാളിറ്റി നോക്കി. 2 MB എത്രയാണെന്ന് അറിയില്ല, എൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ഇത്. ഇത് കാണാൻ വരുന്നുണ്ട്, ഇത് കാണാൻ വരുന്നുണ്ട്. അതായത് ഇത് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഫേസ് എടുത്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതേ നോക്കിയേ, ക്വാളിറ്റി നോക്കിയേ. എനിക്കറിയില്ല എന്താ ഇത്രയും ക്വാളിറ്റി കിട്ടിയെന്ന്. എനിക്കൊന്ന് ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അടിപൊളി സാധനം. ഇത് നോക്കിയേ, ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ്. അതാണ് എന്നെ ഞെട്ടിച്ച സംഭവം അതാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇതൊക്കെ അതിലെടുത്തതാണ്. വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഒന്നുമില്ല അതിനകത്ത്. ഇതെന്താ നോക്കട്ടെ. ഇത് ഓഡിയോ റെക്കോർഡിങ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് കേൾക്കാനായിട്ട്. ഒരു കുഴപ്പമില്ല. ഓഡിയോ റെക്കോർഡിങ്ങിനൊക്കെ ഈ സാധനം നിങ്ങൾക്ക് ഇത് മതി. ഓഡിയോ റെക്കോർഡിങ്ങിന് സത്യം പറഞ്ഞാൽ കൊള്ളാം ഇത്. ഗൈസ്, നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് 2 ലിങ്ക് കൊടുക്കും. ഫോക്കസ് കറക്റ്റ് ആവുന്നില്ല കേട്ടോ, സോറി. 2 ലിങ്ക് ഉണ്ട്. ആമസോണിൻ്റെ 2 ലിങ്കാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് കയറി നോക്കാം ഇപ്പോൾ ഉണ്ടോയെന്ന് സാധനം. ഇതാണ് ഐറ്റം. കമ്പനിയൊക്കെ സെയിം തന്നെയെന്ന് അറിയില്ല കേട്ടോ. വർഷം എത്രയായില്ലേ. ഇത് 1080p എന്നൊക്കെ പറയുന്ന എനിക്കറിയില്ല, കോമഡി ആയിട്ട് തോന്നുന്നു. പക്ഷേ വാട്ടർ പ്രൂഫിൻ്റെ കാര്യത്തിൽ പക്കയാണ് ഈ സാധനം. ഇതാണ് കേസ്. നിങ്ങളെ കേസ് കണ്ടോ, ഈ കേസ് ഒന്ന് നോക്കി നിങ്ങൾ. അടിപൊളി സാധനമല്ലേ ഈ കേസ്. ഒരു രക്ഷയില്ലാത്ത കേസാട്ടോ ഇത്. ഈ സാധനം ഇപ്പം ഇല്ല കേട്ടോ, സാധനം ഇല്ല. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഭയങ്കര മോശമാണ്. നോക്കിയേ ഇതിൻ്റെ റിവ്യൂ, ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. നമുക്ക് തിരിച്ച് ഇതിനകത്ത് തന്നെ ഇട്ട് വെച്ചേക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ആദ്യത്തെ അൺബോക്സിങ് ആണ് ഈ ഒരു സാധനം. ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം. തിരിച്ച് അത് കണക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ പക്ക വാട്ടർ പ്രൂഫാണ് കേട്ടോ ഈ സാധനം. ലോക്ക് ചെയ്തിട്ടുണ്ട്, സീൽ ലോക്ക് ചെയ്തിട്ട് ഈ ട്രിഗർ ഇങ്ങനെ പിടിച്ച് ഇവിടെ വെച്ചിട്ട് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ലോക്ക്ഡ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്തൊക്കെയാണ് ഇതിന് സൂക്ഷിച്ച് വയ്ക്കുകയുള്ളൂ. ഇത് ഇരുന്ന സ്ഥലത്ത് തന്നെ അതേ കണക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ പെട്ടിക്കകത്താകുമ്പോൾ അതേ കണക്ക് ഇരുന്നോളൂ. ഇവിടെ എവിടെ ഇരുന്ന് എന്തൊക്കെയായാലും ഇത് നശിച്ചു പോയായിരുന്നു. ഉറപ്പായിട്ട് ഇവിടെ ഞാൻ ഇത് ഇളക്കിപ്പിരുന്ന് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റിൽ വർക്കിംഗ് ആട്ടോ. ഞാൻ മെമ്മറി കാർഡോട് പോയി ഇതിനകത്ത് തന്നെ ഇടാൻ പോവാണ്. കാരണം ഇപ്പോൾ എടുത്ത അതൊക്കെ അതിനകത്ത് തന്നെ കിടക്കട്ടെ. വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെ എടുത്ത വെച്ച് നോക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു ഫീൽ കേട്ടോ. ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്ത് വെച്ച് ഇത് ഓണായി ഇതിനകത്ത് കണ്ടപ്പോഴേ അറിയത്തില്ല. പഴയ ഫോട്ടോകൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കൊന്ന് അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അടിപൊളി. എനിക്കൊരു ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. എന്നുവെച്ചാൽ അന്ന് 5 കൊല്ലം മുമ്പ് ഞാൻ അൺബോക്സ് ചെയ്തൊരു സാധനമാണത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.